ഇത് ഒരു സ്പെഷ്യൽ രുചി തേടിയാണ്. അവിടെ ഒരു ജെയിംസ് അച്ഛനുണ്ട് മുത്തങ്ങയിൽ. ഈ ജെയിംസ് അച്ഛൻ ഒരു പ്രത്യേക മനുഷ്യനാണ്. അദ്ദേഹം ഒരു വെറൈറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ ഡിഷും വെറൈറ്റിയാണ്. ഇഞ്ചി കൊണ്ടാണ് അദ്ദേഹം വൈൻ ഉണ്ടാക്കുന്നത്. ഈ ഇഞ്ചി വൈൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തിയാണ്. അതുമാത്രമല്ല, നമ്മുടെ ദഹന സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരല്പം ഇഞ്ചി വൈൻ കഴിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം അങ്ങ് മാറിക്കിട്ടും. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഇഞ്ചിയുടെ സീസൺ ആയിക്കഴിഞ്ഞാൽ അച്ഛൻ ഇഞ്ചി വൈൻ ഇടും. ആ സ്പെഷ്യൽ റെസിപ്പി അന്വേഷിച്ച് നമ്മൾ യാത്ര തുടരുന്നു. ഇത് ജെയിംസ് അച്ഛൻ, ശരിക്കുള്ള പേര് ജെയിംസ് ചക്കാലക്കൽ എന്നാണ് അല്ലേ? ജെയിംസ് ചക്കാലക്കൽ എന്നാണ്. അച്ഛൻ്റെ ഇവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ സേവനമാണ്, മുഴുവൻ സമയം 24 hours സർവീസാണ്. ശരിക്കും അച്ഛൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ അച്ഛൻ്റെ ലോകമാണ്. ഇതിന് മുകളിലായിട്ടുണ്ട് വർക്ക്ഷോപ്പുണ്ട്, ഈ മുളയുടെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന വർക്ക്ഷോപ്പുണ്ട്. അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അച്ഛനൊരു ലൈബ്രറി നടത്തുന്നുണ്ട്. അതൊക്കെ നമ്മൾ കാണാൻ പോവാണ്. അവസാനം അച്ഛൻ്റെ രുചി എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഇഞ്ചി വൈനാണ് അല്ലേ? ജിഞ്ചർ വൈൻ അത് എല്ലായ്പ്പോഴും ഏത് സമയത്ത് വന്നാലും അച്ഛൻ്റെ അടുത്ത് ആ ജിഞ്ചർ വൈൻ സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ ആ റെസിപ്പി, ആ ട്രേഡ് സീക്രട്ട് ഇന്ന് നമ്മളെ പഠിപ്പിക്കാൻ പോവാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇവിടെ ലൈബ്രറി ഒക്കെ ഉണ്ട്, കുട്ടികളുടെ ലൈബ്രറി നമുക്ക് കാണാനുണ്ട്. അതുപോലെ തന്നെ മുളയുടെ പല പല സാധനങ്ങൾ, ഈ ഫർണിച്ചർ ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ വർക്ക്ഷോപ്പും ഒക്കെ നമുക്ക് കാണാനുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വസ്തു എന്ന് പറഞ്ഞാൽ മുളയാണ്. അച്ഛൻ അല്ലേ? മുളയാണ് തീർച്ചയായും. അപ്പോൾ ഈ മുള കൊണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. പല തരത്തിലുള്ള ഫേർണിച്ചറുകൾ ഉണ്ടാക്കും, ജനലുകൾ ഉണ്ടാക്കും, വാതിലുകൾ ഉണ്ടാക്കും. ഇപ്പോൾ നമ്മുടെ ഈ കൊച്ചു ലൈബ്രറിയുടെ വാതിലും ഉണ്ടാക്കിയിരിക്കുന്നത് മുള കൊണ്ടാണ്. ഇതിന് യാതൊരു വിധത്തിലുള്ള കേടും വരില്ലേ? ഇല്ലില്ല. ഇതിപ്പോൾ 9 വർഷം കഴിഞ്ഞു ഈ ഇത് കെട്ടിയിട്ടല്ലേ, ഈ വാതിലുണ്ടാക്കിയിട്ട്. ഇതിപ്പോൾ ഈ വാതിലുണ്ടാക്കിയിട്ട് 9 വർഷം കഴിഞ്ഞു. എന്നിട്ടും ഈ മുള കേടുകൂടാതെ ഇരിക്കുകയാണ്. യാതൊരു പ്രശ്നമില്ല അതിന്. ഇത് ശരിക്കും ട്രീറ്റ് ചെയ്തിട്ടാണോ? ട്രീറ്റ് ചെയ്യുന്നതിലല്ല, ഈ മുള ഉണങ്ങിയതിന് ശേഷം നമ്മളൊരു ഫർണിച്ചർ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഈ വാതിലുണ്ടാക്കി അതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് വെയിലിലോ മഴയിലോ ഇടരുത്. അല്ലാതെ നമ്മൾ സംരക്ഷിച്ചാൽ മറ്റേത് മരം പോലെ ഇത് ലാസ്റ്റ് ചെയ്യും. അത് ശരി. ഇപ്പോൾ ഇത് നമ്മളിവിടെ കാണുന്നത് കുട്ടികളുടെ ലൈബ്രറിയാണ്. 1000-ഓളം പുസ്തകങ്ങൾ. അത് വളരെ ചെറിയ ലൈബ്രറിയാണ്. എന്നാൽ പോലും ഓർഡർ അനുസരിച്ച്, ഇപ്പം നാടകമാണോ കഥയാണോ കുട്ടി കവിതകൾ, അങ്ങനെ ഓരോന്നും, പിന്നെ ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, ബാലസാഹിത്യം, ഇതെല്ലാം സെക്ഷൻ തിരിച്ച് അതെല്ലാം ഈ റാക്ക് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് മുളയാണ്. എൻ്റെ ലൈബ്രറി എന്ന് പറയുമ്പോൾ അതിനകത്തൊരു അർത്ഥവ്യാപ്തിയുണ്ട്. അതായത് ഇപ്പം ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കെട്ടിടം, ഇപ്പോൾ ഈ ലൈബ്രറി ഇത് ഞാൻ പഠിപ്പിച്ച ഒരു ആദിവാസി പയ്യനുകൾ ഇതിൻ്റെ മേസണറി വർക്ക് ഡിസൈൻ ചെയ്ത് ഞങ്ങളാണ്. അത് ശരി. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു 10-15 ദിവസം പണിത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ സാധനമാണ്. അത് കൊള്ളാം. അപ്പോൾ മേസനുമാണ്. അല്ല, എല്ലാ പണികളും അറിയാം. എൻ്റെ വീട് ഞാൻ തന്നെ കെട്ടിയതാ. ആ പയ്യനും ഞാനും കൂടെ കിടക്കുന്ന വീട് മുഴുവൻ. ഞാൻ നേരത്തെ പറഞ്ഞു അച്ഛനൊരു സന്യാസ ജീവിതമാണെന്ന്. ഇത് അച്ഛൻ്റെ ചെറിയ വീടാണ്, വളരെ ചെറിയ വീടാണ്, പക്ഷേ വളരെ ഭംഗിയിലാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇതിനകത്തുള്ള സാധനങ്ങൾ മുഴുവൻ നേരത്തെ നമ്മൾ കണ്ട പോലെ പിന്നെ എല്ലാം മുളയുടെ സാധനങ്ങളാണ്. ഇതിൻ്റെ വാതിലുകളും ജനലുകളും ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന സകല ഫർണിച്ചറുകളും മുളയാണ്. ഇത് മുളയുടെ വാതിലാണ്. അതിനകത്ത് ചെറിയ കലാസൃഷ്ടികളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ, ഗ്ലാസ് വെച്ചിട്ടുണ്ട്. പഴയ മോഡലാണ് ഞങ്ങളുടെ. പഴയ മോഡൽ. ഇപ്പൊ പോസ്റ്റ് മോഡേൺ പുതിയ ടൈപ്പൊക്കെ ഉണ്ടല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ സാധാരണ ചില കസേരകളൊക്കെ സിസ്റ്റം അല്ലാത്ത കസേരകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നടുവേദന വരും. അങ്ങനെയൊന്നും വരാത്ത രീതിയിൽ വളരെ സയന്റിഫിക് ആയിട്ടാണ് ഇതിന്റെ അളവുകളൊക്കെ എടുത്തിരിക്കുന്നത് അല്ലേ? ഇത് പണിയുമ്പോൾ തന്നെ ഇടയ്ക്ക് ഇരുന്ന് നോക്കും. അതാണ് ഞങ്ങൾ ഉണ്ടാക്കുന്ന 2 ഒരുപോലെ ഇരിക്കില്ലല്ലോ. അതെപ്പോഴും അതിന്റെ ആ ആവശ്യമനുസരിച്ച് ഉള്ള, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈനർ ഫർണിച്ചറാണ്. ഇതൊരു സ്റ്റൂളാണ്, ഒരു ഈസി ചെയറാണ്, ഒരു സ്റ്റൂളാണ്. പക്ഷേ ഇത് എല്ലാം വളരെ സ്ട്രോങ് ആണ് അല്ലേ? ഇതൊരു സ്റ്റൂളാണ്. കംപ്ലീറ്റ്
മടക്കി ഓ അങ്ങനെ ആക്കാം അല്ലേ? നല്ല ബലമാണ്, അനങ്ങൂലത്. അതെ അതെ. ശരിക്കും ഇത് മറ്റൊരു ചെയറാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദിവാസി കുട്ടികളെ അല്ലെങ്കിൽ യുവാക്കളെ സംഘടിപ്പിച്ചിട്ടാണ് ഇതുപോലത്തെ വർക്കുകൾ ചെയ്യിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവരോടൊപ്പം തന്നെ അച്ഛനും കൂടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കുന്ന ഏറ്റവും ഫിനിഷുള്ള സാധനങ്ങൾ ആദ്യം പിന്നെ ആൾക്കാർ എടുത്തുകൊണ്ട് പോകും. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകാത്ത സാധനങ്ങളാണ് അച്ഛൻ ഇവിടെ ഇട്ടേക്കുന്നത് അല്ലേ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു മുറിയാണ്. ഇവിടുത്തെ അലമാര, പിന്നെ വാതിലുകൾ, ജനാല, പിന്നെ ഇതാ ഇവിടെ ഒരു സ്റ്റാൻഡുണ്ട്. ഇത് ക്ലോത്തൊക്കെ തൂക്കിയിടാനുള്ള സ്റ്റാൻഡാണ്. ഈ സ്റ്റാൻഡ് മുളയിലാണ്. ഇത് അച്ഛൻ പറഞ്ഞത് ഈ എല്ലാ പണി കഴിഞ്ഞിട്ട് ഉപേക്ഷിച്ച ഇതെടുത്തിട്ട് ഉണ്ടാക്കിയതാണ്. മുള ഈ പണി കഴിഞ്ഞിട്ട് മുള കളയുമല്ലോ, ആ മുള എടുത്തിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഒരെണ്ണം ഉണ്ടാക്കാനായിട്ട് എത്ര കോസ്റ്റ് വരും അച്ഛൻ? ഒരാളുടെ 2 പണി വരും. 2 പണിയാണല്ലേ? ശരി. സംഭവം അത്രേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ മിനുക്കും എല്ലാം കൂടെ എല്ലാം കൈകൊണ്ടാണ് ചെയ്യുന്നത്. ഈ ഡിസൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ബ്ലോ ലാമ്പ് വെച്ച് കരിക്കുന്നതാണ്. അപ്പോൾ ഈ ഡിസൈൻ ഉള്ള സ്ഥലത്ത് ചെളി വെച്ച് പൊത്തിയിട്ടാണ് ബാക്കിയുള്ള പോർഷൻ കരിക്കുന്നത്. ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു കൗതുക കാഴ്ച കാണിക്കാം. ഇവിടെ ഇതിന് മുകളിലായിട്ട് അച്ഛനൊരു പ്രൈവറ്റ് റൂമുണ്ട്. എന്ന് വെച്ചാൽ ഈ വാദത്തിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് മുളയിൽ തന്നെ മുഴുവനായിട്ടും മുളയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അപ്സ്റ്റെയറാണ്. ശരിക്കും വളരെ ചെറിയൊരു സ്ഥലമാണ്. അതിന് മുകളിലായിട്ട് ഒരു മുളങ്കൂട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിനകത്ത് കാണാം ഈ റൂമിൻ്റെ മുകൾ ഭാഗത്തായിട്ട്. നമ്മൾ രണ്ടാം ഭാഗത്തിലേക്ക് കടന്നിരിക്കുന്നു. അച്ഛൻ്റെ ജിഞ്ചർ വൈൻ്റെ ട്രേഡ് സീക്രട്ട് നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാമെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന എല്ലാവർക്കും അച്ഛൻ കൊടുക്കുന്ന സാധനമാണ്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ വയറിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ അങ്ങ് മാറും അല്ലേ? അതുമാത്രമല്ല, ധാരാളം ചെറിയ കുട്ടികൾ ഇവിടെ ട്യൂഷനായിട്ടും അല്ലെങ്കിൽ ലൈബ്രറിക്ക് വേണ്ടിയിട്ടും ഒക്കെ വരാറുണ്ട്. അവർക്കൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ ഒരല്പം ഇഞ്ചിയുടെ വൈൻ കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് മാറും അല്ലേ? വയറുവേദനയൊക്കെ, ചെറിയ വയറുവേദനയൊക്കെ അങ്ങ് മാറും. ഇഞ്ചി നല്ലതാണ്. ഇഞ്ചി വളരെ നല്ല, ചുക്കില്ലാത്ത കഷായമില്ലെന്നല്ലേ പറഞ്ഞു. അതെ അതെ, ചുക്കില്ലാത്ത കഷായമില്ലെന്നാണ്. അതിനേക്കാളും കുറച്ചുകൂടെ വീര്യം കൂടിയതാണ് ശരിക്കുള്ള ഇഞ്ചി. ആ ഇഞ്ചിയും മുന്തിരിയും കുറച്ച് ശർക്കര, പഞ്ചസാര, പഴം. ഇതെന്ത് പഴമാണ്? അത് പൂവമ്പഴമാണ്. പൂവമ്പഴം, ഞാലിപ്പൂവൻ. പൂവമ്പഴം, 2 നാരങ്ങ, പിന്നെ 2 ഓറഞ്ച്. ഇതിൻ്റെ ഒരു മെഡിസിൻ, ഇഞ്ചിയുടെ ഒരു മെഡിസിനൽ വാല്യൂ എന്തൊക്കെയാണ്? ഇഞ്ചി നമ്മൾക്കിപ്പോൾ ഒരു പനിയോ തൊണ്ടവേദനയൊക്കെ വരുമ്പോൾ ചുക്കും മുളകും എന്ത് കുടിക്കാന്ന് പറയില്ലേ? ഈ ചുക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് നല്ലതാണെന്നുള്ളത് തീർച്ചയാണ്. പിന്നെ വയനാടൻ കാലാവസ്ഥ, എപ്പോഴും തണുപ്പുള്ള ഒരു ഉഷാറ്, അല്ലെങ്കിൽ ആ ഒരു ചെസ്റ്റൊക്കെ ക്ലിയർ ആയിട്ട് വെക്കാനായിട്ട്. ഇത് ഞാൻ മാത്രമല്ല, ഒരുപാട് ആളുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ശരി. ഇപ്പൊ പല വീട്ടിലും ഉണ്ട്. കള്ളന്മാര് പലപ്പോഴും എന്നോട് പറയില്ല. അപ്പൊ പല വീട്ടിലും ഇത് ചെയ്യുന്നുണ്ട്. നല്ലപോലെ ക്യാച്ചപ്പ് ചെയ്തിട്ടുണ്ട്. 5-ന് 1.5 കിലോ ഷുഗർ അല്ലെങ്കിൽ വെല്ലം വേണം. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഇഞ്ചി എത്ര വേണം? ഇഞ്ചി 1 കിലോ.
1 കിലോ ഇഞ്ചി 1 കിലോ ചതച്ച് ഉണ്ടാക്കിയതാണ് 1 കിലോ 1 കിലോ പിന്നെ നമ്മളിപ്പോൾ 5 ലിറ്റർ പിന്നെ ഇതെടുക്കുന്നതിന് വേണ്ടി ഇതിപ്പോൾ 10ൻ്റെ കണ്ടെയ്നറാണ്. ഈ കണ്ടെയ്നർ നോക്കിക്കഴിഞ്ഞാൽ 10 ലിറ്ററിൻ്റെ ആണ്. പക്ഷേ 5 ലിറ്റർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. 5 ലിറ്ററിന് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. 1 കിലോ പിന്നെ ഇഞ്ചി, അത് നല്ല ഇഞ്ചി, നല്ല പച്ച ഇഞ്ചി, നല്ല പച്ച ഇഞ്ചി വേണം, നല്ല നീരുള്ള, രാസവളം ഇടാതെ ഉണ്ടാക്കിയ ഞാനിക്ക് നാട്ടുപുറത്തുനിന്ന് നല്ലത് കിട്ടും. അത് ഒരുപാട് റിസ്ക് ഒക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ രാസവളം ഇടാതെ ഉണ്ടാക്കിയ ഇഞ്ചി ആണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. അത് നല്ല നീരൊക്കെയുള്ള ഇഞ്ചി 1 കിലോ അത് ചതച്ചെടുത്തിരിക്കുകയാണ്. ഇനി 1 കിലോ പഞ്ചസാര, 1 കിലോ ഇഞ്ചി, 1 കിലോ പഞ്ചസാര, 1/2 കിലോ ശർക്കര, 1/2 കിലോ മുന്തിരി എടുക്കുമ്പോൾ ജ്യൂസിൻ്റെ മുന്തിരി ചോദിച്ച് വാങ്ങുക. ഈ പിന്നെ ഈ നിറത്തിലുള്ള ചുവപ്പ് നിറത്തിലുള്ള ജ്യൂസിൻ്റെ മുന്തിരി ചോദിച്ച് വാങ്ങുക. അഥവാ ഫ്രഷ് മുന്തിരി കിട്ടിയില്ലെങ്കിൽ ഒരു 100 ഗ്രാം ഉണക്കമുന്തിരി അരച്ച് പൊട്ടിച്ചിടണം അല്ലേ. പച്ചമുന്തിരി 1/2 കിലോ, 2 ഓറഞ്ച്, 2 ചെറുനാരങ്ങ. ഇതിനകത്ത് ഈ 1 നാരങ്ങയുടെ തൊലിയിടും, 1 ഓറഞ്ചിൻ്റെ തൊലിയിടും അല്ലേ. അതെ. പിന്നെ ഈസ്റ്റ്, അത് എത്ര ഗ്രാം ഈസ്റ്റാണ്? 10 ഗ്രാം ഈസ്റ്റ്. 10 ഗ്രാം ഈസ്റ്റ്. ഇത് പൂവമ്പഴം, 6 പഴം. 6 പൂവമ്പഴം. ഇതിന് പകരം മൈസൂർ പഴം ഉപയോഗിക്കാമോ? ഇതാണ് ഏറ്റവും നല്ലത്. ആണോ? പൂവമ്പഴമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. റെസിപ്പി ഈ വൈൻ ആയതുകൊണ്ട് തന്നെ എഴുതിയെടുക്കുന്നവർ ശ്രദ്ധിക്കുക. ഒന്നുകൂടി പറയാം. നമ്മളിപ്പോൾ 5 ലിറ്റർ വൈനിന് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ് എടുത്തിട്ടുള്ളത്. അതിന് 1 കിലോ ഇഞ്ചി, അത് നല്ല പച്ച ഇഞ്ചി, ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി, അതിൻ്റെ തൊലിയൊക്കെ ചിരണ്ടിക്കളഞ്ഞ് കഴുകി നന്നായിട്ട് ചതച്ചെടുക്കുക. അത് ചതച്ച് വെച്ചിട്ടുണ്ട് 1 കിലോ. 1 കിലോ പഞ്ചസാര, 1/2 കിലോ ശർക്കര പാവ് കാച്ചി അരിച്ചെടുക്കുക, 1/2 കിലോ മുന്തിരി, അത് ജ്യൂസിൻ്റെ മുന്തിരി, 10 ഗ്രാം ഈസ്റ്റ്, 2 ചെറുനാരങ്ങ, 2 ഓറഞ്ച്. അതിൽ 1 ഓറഞ്ചിൻ്റെയും 1 ചെറുനാരങ്ങയുടെയും തൊലി ഇതിനകത്തേക്ക് ചേർക്കണം. പിന്നെ പൂവമ്പഴമാണ്, 6 പൂവമ്പഴം, നന്നായി പഴുത്ത 6 പൂവമ്പഴം. ഇതാണ് ഇൻഗ്രീഡിയൻസ്. ഇനി ഇത് തയ്യാറാക്കുന്ന രീതി. അപ്പോൾ നമ്മൾ ആദ്യം കന്നാസിലേക്ക് 2 ലിറ്റർ വെള്ളം ഒഴിച്ചു. ഇനി അതിലേക്ക് പഞ്ചസാര തട്ടാൻ പോവാണ്. ഭരണിയിലൊക്കെ ഇടുന്നവരാണെങ്കിൽ ഭരണിയിലിട്ടാലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഈ വൈൻ സ്ഥിരമായിട്ട് ഇടാനായിട്ട് ഗ്ലാസിൻ്റെ ഭരണികളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ലേയുടെ ഭരണികളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തിടാം. ഇവിടെ പിന്നെ അച്ഛൻ സ്ഥിരമായിട്ട് ചെയ്യുന്നത് ഈ കന്നാസുകളിലാണ്. അതെ. അപ്പോൾ ഇനി ഇഞ്ചിയാണ് അല്ലേ. ഇതിനകത്ത് ചേർത്ത സാധനങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യം 2 ലിറ്റർ വെള്ളം ഒഴിച്ചു. അതിലേക്ക് 1 കിലോ പഞ്ചസാര അത് അലിയിച്ച് ചേർത്തു. അതിനുശേഷം നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചതച്ച് വെച്ച ഇഞ്ചി എടുത്തു. അത് വിട്ടതിന് ശേഷം 2 ഓറഞ്ച്, അത് ഓറഞ്ച് കൈകൊണ്ട് നന്നായിട്ട് ഉടച്ച് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. 1 ഓറഞ്ചിൻ്റെ തൊലി ഇട്ട് കൊടുക്കുക. അതിനുശേഷം മുന്തിരി നന്നായിട്ട് നന്നായിട്ട് കൈകൊണ്ട് എല്ലാ മുന്തിരിയും ഉടച്ചിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് പൂവമ്പഴമാണ്. രണ്ട് ചെറുനാരങ്ങയുടെ നീരും 1 ചെറുനാരങ്ങയുടെ തൊലിയും അതിനകത്തേക്ക് ഇട്ടു. ഈ ചെറുനാരങ്ങയുടെ തൊലി ഇടുന്നതും ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഇനി ആകെ 2 ഇൻഗ്രീഡിയൻസേ ബാക്കിയുള്ളൂ. 10 ഗ്രാം ഈസ്റ്റും 1/2 കിലോ ശർക്കരയും. അര കിലോ ശർക്കര പാവ് കാച്ചി അരിച്ച് അതും അതിനകത്തേക്ക് ഇട്ടു. ഇനി ബാലൻസ് ഉള്ളത് 10 ഗ്രാം പിന്നെ ഈസ്റ്റ്, 10 ഗ്രാം ഈസ്റ്റ് ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതും ഇതിനകത്തേക്ക് ഒഴിക്കണം. അത് ഏറ്റവും അവസാനമാണ്. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആകെ 2 ലിറ്റർ വെള്ളമേ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ. ഇനി എത്ര ചേർക്കാനുണ്ട്? 3 ലിറ്റർ. ഇനി 3 ലിറ്റർ കൂടെ ഉണ്ട്. അപ്പോൾ 2 ലിറ്ററേ ചേർത്തിട്ടുള്ളൂ. ഇനി 3 ലിറ്റർ വെള്ളവും കൂടി ഇതിനകത്തേക്ക് ചേർക്കാനുണ്ട്.
ബാക്കി വെള്ളവും ചേർത്തു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്യുന്നത് അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട മുളയുടെ കോല് കൊണ്ടാണ്. ഇത് സ്ഥിരമായിട്ട് വൈൻ മിക്സ് ചെയ്യുന്ന സാധനമായിരിക്കും അല്ലേ? അതെ അതിൽ കൃത്യ സ്ഥലത്തിന് എടുത്തു. അതെ ഇളകി കേട്ടോ ഏറെക്കുറെ. ഇനി ഇതൊഴിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് ഇളക്കരുത്. പിന്നെ ഈ ഈസ്റ്റ് ഒഴിച്ചാൽ അനക്കാതെ ഒരു ദിവസം വെച്ചേക്കുക. പിന്നെ വേണമെങ്കിൽ പിന്നെ സൂക്ഷിക്കേണ്ട ഒരു സംഭവം, ഇനി നമ്മൾ ഈസ്റ്റ് ഒഴിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ എയർ ടൈറ്റ് ആയിട്ട് അടയ്ക്കരുത്. ഇതിനകത്തുനിന്ന് വായു ഉണ്ടായി കുറേ ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവും. അത് പുറത്ത് പോകണം. ഓക്കെ. അപ്പോൾ അത് മൂടി ഒന്നുമല്ലോ തുണി കെട്ടി വെക്കുക, അല്ലെങ്കിൽ മൂടി വെക്കുവാണെങ്കിൽ അത് ലൂസായിട്ട് വെക്കുക, തട്ടിപ്പോകണം. എൻ്റെ ഒരു കന്നാസ് ഒരു ദിവസം ഒരു പ്രാവശ്യം ഉണ്ടാക്കിയ അടി മുതൽ വളർന്നു പോയി. അയ്യോ, അതിൻ്റെ ഗ്യാസ് ഉണ്ടായിട്ടല്ലേ? ഗ്യാസ് ഉണ്ടായിട്ട് അടച്ചു വെച്ചോളാം. ഓക്കെ. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്യാനായിട്ട് ഇത് വൈൻ മിക്സ് ചെയ്യാനായിട്ടൊരു പിന്നെ മുളയുടെ കഷ്ണമാണ്. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ അല്ലേ? ഇനി ഇതിനകത്തേക്ക് ഈസ്റ്റ് ഒഴിക്കുക. ഇത് 10 ഗ്രാം ഈസ്റ്റ് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് കുറച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് പതഞ്ഞ് വരും. ആ സമയത്ത് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. ഈ ഈസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇളക്കാൻ പാടില്ല. ഇനി ഒരു ദിവസത്തേക്ക് ഇളക്കാൻ പാടില്ല. ഇത് ചെറിയ തുണി കൊണ്ടോ അല്ലെങ്കിൽ തുണി കൊണ്ട് വായിക്കെട്ടി വയ്ക്കാം, അല്ലെങ്കിൽ അടപ്പ് ലൂസായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. ആദ്യത്തെ ദിവസം നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. രണ്ടാമത്തെ ദിവസം അതിൻ്റെ ഫെർമെൻറ്റേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊന്ന് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നത്. അതിനുശേഷം വെറുതെ വെച്ചാൽ മതി. 2 മാസം കഴിയുമ്പോഴത്തേക്കും അടിയിൽ ഈ ക്ലിയർ ആയിട്ട് വൈനും അടിയിൽ മട്ടിയായിട്ട് അടിയും അല്ലേ? അതെ. ആ സമയത്ത് ആദ്യം തെളിഞ്ഞിരിക്കുന്നത് അനക്കാതെ ഊറ്റി ഇങ്ങോട്ട് എടുക്കുക. കലങ്ങാൻ തുടങ്ങിക്കഴിയുമ്പോൾ പിന്നെ ഒരു വലിയ പാത്രത്തിൽ ബക്കറ്റിൻ്റെ മുകളിൽ ഒരു തോർത്തെല്ലാം കെട്ടിയിട്ട് ആ ചണ്ടിയെല്ലാം അങ്ങനെ അതിലേക്ക് ഒഴിക്കുക. അപ്പോൾ പിന്നെ അത് ഊർന്ന് കിട്ടിക്കോളും. അതിൽ ആ ഊർന്ന് കിട്ടുന്ന സാധനം കലങ്ങിയിരിക്കും. ഒരു ദിവസം വെച്ചാൽ അത് അതിൻ്റെ മട്ടി മാത്രം ഊറുള്ളൂ. ഇതിപ്പോൾ കറക്റ്റ് എത്ര ഉണ്ടാവും? നമ്മൾ ഒരു 4-4.5 കിട്ടും. ഓക്കെ. ശരിക്കും നമ്മളിപ്പോൾ 5 ലിറ്റർ വെള്ളം ഒഴിച്ചെങ്കിൽ പോലും ഇതിനകത്തുനിന്ന് നല്ല വൈനായിട്ട് കിട്ടുന്നത് 4-4.5 ലിറ്റർ അല്ലേ? അത്ര 5 തികയില്ല. അത്രയും വൈൻ കിട്ടും. പക്ഷേ നല്ല വൈനാണ്, നല്ല എരിവൊക്കെ ഉള്ള വൈനാണ്. ഇനി നമുക്ക് വേണ്ടി ടേസ്റ്റ് ചെയ്യാനായിട്ട് അച്ഛൻ എപ്പോൾ വന്നു കഴിഞ്ഞാലും, ഈ വീട്ടിൽ എപ്പോൾ വന്നു കഴിഞ്ഞാലും അച്ഛൻ്റെ പക്കൽ ഒരു മിനിമം ഒരു 5 കുപ്പിയെങ്കിലും വൈൻ ഉണ്ടാവും അല്ലേ? എത്രയാന്ന് പറയാനൊക്കില്ല, ഉണ്ടാവും. എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈൻ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഈ വൈൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടേ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. ശരിക്കും ഇതിൻ്റെ മണം കേട്ട് പിന്നെ അതിൻ്റെ ഒരു മണം കേട്ട് കഴിഞ്ഞാൽ സാധാരണ എല്ലാ വൈനുകളെയും തോൽപ്പിക്കുന്ന ഒരു മണമാണ്. നമ്മൾ മുന്തിരിയുടെ വൈൻ കഴിച്ചിട്ടുണ്ട്, പഴത്തിൻ്റെ വൈൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഇഞ്ചിയുടെ വൈൻ. കാരണം മണമാണ് മുമ്പിൽ അല്ലേ? ഒരു ചെറിയ എരിവ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? കൂടുതൽ സലൈവേഷൻ ഉണ്ടാവും, ഒരു ചെറിയ എരിവ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഈ വൈൻ ഇറങ്ങിപ്പോകുന്ന റൂട്ട് നമുക്കറിയാൻ പറ്റും.